ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധസജ്ജീകരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, റസൂലെ, ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദാകണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. പക്ഷേ റസൂൽ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, യുദ്ധത്തിൽ അവരെ വിജയിപ്പിക്കുവാനും ജീവനോടുകൂടി തിരിച്ചു വരുവാനും വേണ്ടിയായിരുന്നു. അങ്ങനെ അവർ യുദ്ധം വിജയിച്ചുകൊണ്ട് തിരിച്ചു വന്നു. 2 പ്രാവശ്യം ഇതേ കാര്യം ആവർത്തിച്ചു. മൂന്നാമതും അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായപ്പോൾ റസൂലിനോട് ഷഹീദിൻ്റെ പ്രതിഫലത്തോടുകൂടി യുദ്ധത്തിൽ രക്തസാക്ഷിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷേ റസൂൽ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും എന്ന് തന്നെയായിരുന്നു. യുദ്ധം വിജയിച്ചുകൊണ്ട് അവർ തിരിച്ചെത്തി. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, റസൂലെ, ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കർമ്മം താങ്കൾ കൽപ്പിച്ചാലും. റസൂൽ അദ്ദേഹത്തോട് നോമ്പെടുക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹം ധാരാളമായിട്ട് സുന്നത്ത് നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും റസൂലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നോമ്പ് ഞാൻ ധാരാളമായി എടുത്തു, അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു കർമ്മം കൽപ്പിച്ചാലും. റസൂൽ അദ്ദേഹത്തോട് സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് അദ്ദേഹം തൻ്റെ നമസ്കാരങ്ങളിൽ ധാരാളമായിട്ട് സുന്നത്ത് നമസ്കാരങ്ങളെ ഉൾപ്പെടുത്തുകയും സുജൂദുകൾ അധികരിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ റമദാനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭ്യമാകുന്ന 2 കർമ്മങ്ങളെക്കുറിച്ചുള്ള സൂചന കൂടിയാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ ഒന്ന് നോമ്പാണ്, രണ്ടാമത്തേത് നമസ്കാരമാണ്. ഈ 2 കാര്യങ്ങളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് പ്രതിഫലം കരസ്ഥമാക്കുവാനും അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുവാനും നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്.